അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, അബു അരീക്കോട് എന്ന വ്യക്തി മരണപ്പെട്ടിട്ട് മാസത്തോടടുക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രാഥമികമായിട്ട് അത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യയെ അല്ല എന്ന് അദ്ദേഹത്തിനെ പറ്റി അറിയുന്നവരൊക്കെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അദ്ദേഹത്തിൻ്റെ നിൽപ്പ് കൊണ്ടും സാന്ദർഭിക തെളിവ് കൊണ്ടും ജനങ്ങൾ വിലയിരുത്തുമ്പം അതിൻ്റെ യഥാസ്ഥിതി പുറത്തു കൊണ്ടുവരേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്, അവരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൊലപാതകം, അതിൻ്റെ കാരണം എന്തിനായിരുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ ഇനിയും കുറേ കൊലകളും എന്നിട്ടത് ആത്മഹത്യയുമായി മാറുന്ന സംരംഭം ഇവിടെ ഉടലെടുക്കും. അതുകൊണ്ട് ഒരാൾക്കും ഒന്നും പറയാനും പ്രവർത്തിക്കാനും കഴിയാത്ത സാഹചര്യത്തിലൂടെ നീങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൊലപാതകിയെ കണ്ടുപിടിക്കണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാലോ, വലിയ വലിയ പണ്ഡിതന്മാർ വരെ ആത്മഹത്യ ചെയ്യുന്നു എന്ന് ചിലർ പറയും. ചെമ്പരിക്ക കാളിയെ സംബന്ധിച്ച് നമുക്കറിയാം, അത് ആത്മഹത്യ കണ്ടാൽ തന്നെ ആത്മഹത്യയാണ് എന്ന് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞത് ഈ അദ്ദേഹത്തിനെ ആദരിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ്, അല്ലാതെ പുറത്തുള്ള ആൾക്കാരല്ല. അദ്ദേഹം ഒരു ലോക്കൽ മുസ്ലിം പോലും ചെയ്യാത്ത പ്രവൃത്തി അദ്ദേഹം ചെയ്തു എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കി മാറ്റിയിട്ട് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ അബുവിൻ്റെ ആത്മഹത്യ അല്ല ആത്മഹത്യയാണോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. അതവർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിത് സംബന്ധിച്ച് 4 പ്രാവശ്യം വീഡിയോ ചെയ്തിരുന്നു. ഇത് 3-4 പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നിരപരാധികൾ ഇവിടെ അകാരണമായി വധിക്കപ്പെടരുത്, കൊല്ലപ്പെടരുത് എന്ന നിലക്കാണ്, അല്ലാതെ നമുക്ക് വേറൊന്നും ഉദ്ദേശിച്ചു കൊണ്ടല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൊലപാതകരെ തെളിയട്ടെ എന്നും നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കാര്യപ്പെട്ടവർ ഇന്നുള്ളത് മറുപക്ഷത്തുള്ള ഭരണമാണെങ്കിൽ അത് തെളിയിക്കപ്പെടാത്തത് ഭരണം അവരെടുക്കലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാമെങ്കിൽ ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് വില കൊടുത്താലും അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൻ്റെ കാരണം അത് വ്യക്തമാക്കണം. അത് എന്താണെന്ന്, ആത്മഹത്യയാണോ അല്ലേ എന്ന് വ്യക്തമാക്കൽ അറിയേണ്ടത് നമ്മളെല്ലാവരും ബാധ്യതയായതുകൊണ്ട് എല്ലാവരും അത് കഠിന പരിശ്രമത്തോടു കൂടെ അതിൻ്റെ യഥാസ്ഥിതി ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലാക്കണം.